ഐതിഹാസികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹാദുരന്തമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവമായിരുന്നു 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു വലിയ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിക്കപ്പെടുന്ന സംഭവം. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിയോടും കോൺഗ്രസിനോടും ഒരു കാര്യം ആവശ്യപ്പെട്ടു. യുദ്ധയത്നങ്ങളിൽ ഇന്ത്യക്കാർ ബ്രിട്ടനെ സഹായിച്ചാൽ യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകാമെന്ന്. ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യൻ ജനതയും ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. 1918 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ നിർഭാഗ്യവശാൽ സ്വയംഭരണം നൽകാമെന്ന വാഗ്ദാനത്തിന് പകരം ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്ക് നൽകിയത് ദ്വിഭരണം അഥവാ ഡയാർക്കി എന്ന സന്ദേശമായിരുന്നു. സ്വാഭാവികമായും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ജനങ്ങളിലുണ്ടായി. ജനങ്ങൾ വളർന്നു വരുന്ന പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താൻ റൗളറ്റ് ആക്ട് എന്ന ഒരു കരിനിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കി. റൗളറ്റ് ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യുന്നതിനും ദീർഘകാലം ജയിൽവാസം നൽകുന്നതിനും പര്യാപ്തമായ വകുപ്പായിരുന്നു. റൗളറ്റ് ആക്ടിനെതിരെ വലിയ ജനരോഷമുയർന്നു. ഗാന്ധിയും ദേശീയ നേതാക്കളും ഇതിനെ ശക്തമായി അപലപിച്ചു. ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ കൂടിയാലോചിച്ച് ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് അതിൻ്റെ ഭാഗമായി 1919 ഏപ്രിൽ 6 ഇന്ത്യയിൽ ദേശവ്യാപകമായി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചു. ഹർത്താൽ ആചരണവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊണ്ടു. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഹർത്താലും അതിനോടനുബന്ധിച്ച് വലിയ പ്രതിഷേധ ജാഥകളും പൊതുസമ്മേളനങ്ങളും നടന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബും ബംഗാളുമായിരുന്നു സമരതീഷ്ണതയിൽ മുന്നിൽ നിന്നത്. സ്വാഭാവികമായും പഞ്ചാബിൽ സമരം ബ്രിട്ടീഷ് അധികാരികളുടെ കണക്കൂട്ടലുകളെ അതിലംഘിച്ചുകൊണ്ട് വർദ്ധമാനമായ തോതിൽ വളർന്നു. സ്വാഭാവികമായും ഈ വളർച്ചയിൽ വിളറിപൂണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പഞ്ചാബിലെ പ്രമുഖ ദേശീയ നേതാക്കളായ ഡോക്ടർ സൈഫുദ്ദീൻ കുച്ചുലിനെയും ഡോക്ടർ സത്യപാലിനെയും അകാരണമായി അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. തങ്ങളുടെ ജനകീയ നേതാക്കളെ അകാരണമായി ബ്രിട്ടീഷ് തടവിലാക്കിയതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 ജാലിയൻവാലാ ബാഗ് മൈതാനിയിൽ ഒരു വലിയ പ്രതിഷേധ യോഗം ചേരുവാൻ പഞ്ചാബ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തു. ഏപ്രിൽ 13 എന്നത് പഞ്ചാബിൻ്റെ ദേശീയ ഉത്സവങ്ങളിലൊന്നായ ബൈശാഖി ദിനം കൂടിയായിരുന്നു. ജാലിയൻവാലാ ബാഗ് എന്നത് ഒരു പൂന്തോട്ടമൊന്നുമായിരുന്നില്ല, അത് വലിയ മൈതാനമായിരുന്നു. 4 ചുറ്റും മതിലുകളാൽ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വാതിൽ മാത്രമുള്ള ഒരു കോട്ട മൈതാനം. ഏപ്രിൽ 13 സായാഹ്നത്തിൽ യോഗം ആരംഭിച്ചു. ഏകദേശം 20,000-ഓളം ആളുകൾ ആ മൈതാനത്തുണ്ടായിരുന്നു എന്നാണ് കണക്ക്. അതിൻ്റെ മുഖ്യ സംഘാടകനായ ഹൻസ്രാജ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ 24 മണിക്കൂറിന് മുമ്പ് മാത്രം അമൃത്സർ ജില്ലയുടെ ചുമതല ഏറ്റെടുത്ത ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ബ്രിട്ടീഷ് പട്ടാളക്കാർ ജാലിയൻവാലാ ബാഗിലേക്ക് ആ ചെറിയ വാതിൽ കടന്നകത്തേക്ക് വരികയും ആ വാതിൽ നിരന്നു നിന്നുകൊണ്ട് ജനക്കൂട്ടത്തിനെതിരെ നിറയൊഴിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. നിശബ്ദരായി നിസ്സഹായരായി സമാധാനപ്രേരിതരായി പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിനെതിരെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു. അവരുടെ കയ്യിലെ വെടിയുണ്ട തീരുവോളം അവർ വെടിവെച്ചുകൊണ്ടിരുന്നു. നൂറുകണക്കിന് ആളുകൾ ആ ഭൂമിയിൽ തന്നെ പിടഞ്ഞു വീണ് മരിച്ചു. അതിൽ എത്രയോ ഇരട്ടിയോളം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇന്ത്യയെമ്പാടും മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ച സംഭവമായിരുന്നു നിരപരാധികളായ ജനങ്ങളുടെ കൂട്ടക്കുരുതി. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഗാന്ധിയും ടാഗോറും അടക്കമുള്ള ദേശീയ നേതാക്കൾ പഞ്ചാബിലെത്തി, അമൃത്സറിലെത്തി.
ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന മലയാളിയായ മുൻ കോൺഗ്രസ് പ്രസിഡന്റായ ശശി ശങ്കരൻ നായർ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചു. നോബൽ സമ്മാന ജേതാവായ മഹാകവി ടാഗോറിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ സർസ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പുതിയ സമരമുഖം തുറക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. ജാലിയൻവാലാ ബാഗ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു പുത്തൻ ഉണർവുണ്ടായി. ആ ഉണർവിന്റെ പ്രതിഫലനമായിരുന്നു ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1920 ഇന്ത്യയിൽ ആരംഭിച്ച ഐതിഹാസികമായ നിസ്സഹകരണ സമരം. ജാലിയൻവാലാ ബാഗിന്റെ വീരഭൂമിയിൽ ഈ രാജ്യത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികൾക്ക് പ്രണാമം. ജയ് ഹിന്ദ്.